കുറെ സാധനം ഒന്നല്ല, കുറച്ച് സാധനം. ദിനോസർ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ബലിയിടാൻ വരുന്ന സ്ഥലം ആലുവ ശിവക്ഷേത്രം. അപ്പൊ അതിന്റെ തലേദിവസത്തെ കാഴ്ചകളൊക്കെയാണ് അങ്ങോട്ട് തുടങ്ങുകയാണ് 18 19. അപ്പൊ നാളെ തൊട്ട് ഞങ്ങളിപ്പോ വന്നേക്കുന്നത് ആലുവ മണപ്പുറത്താട്ടാ, ആലുവ ശിവക്ഷേത്രത്തില്. അപ്പൊ നാളെ തൊട്ട് ശിവരാത്രി തുടങ്ങുകയാണ്. അപ്പൊ അതിന്റെ തലേദിവസത്തെ കാഴ്ചകളൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാട്ടാ. ഈ ഐസ്ക്രീമിന്റെ ഇത്രയും വലിയ സ്റ്റോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. നോക്കി, ഇത്രയും വലിയ സ്റ്റോള് ഐസ്ക്രീമിന്റെ. ഇവിടെ നിന്ന് അങ്ങോട്ട് കടകള് അങ്ങോട്ട് തുടങ്ങുകയാണ്. ഉള്ളിലേക്ക് അങ്ങോട്ട് കടകളൊക്കെ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാട്ടാ. ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം കടകളാട്ടാ, രണ്ട് സൈഡിലും. അപ്പൊ നാളെ തൊട്ട് തകർക്കാൻ പോകുന്ന സ്ഥലങ്ങളതൊക്കെ. നാളെയൊക്കെ നല്ല തിരക്കായിരിക്കും ഇവിടെ. ഇത് കാലിയായിട്ട് ഇപ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ. ഇത് കണ്ട, നാളെ തൊട്ട് തകർക്കാൻ പോണ സംഭവങ്ങളേതൊക്കെ കണ്ട. കടകളൊക്കെ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ കേട്ടാ. ഇത് കണ്ട, ദിനോസറാണ് ദിനോസർ കണ്ട. ഇതേ ഇതാണ് ആലുവ മണപ്പുറം. ബലിയിടാൻ വരുന്ന സ്ഥലമാണ് എല്ലാവരും കേട്ടോ. രേഷ്മയുടെ അച്ഛന് ബലിയിടാൻ വേണ്ടി ഞങ്ങൾ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാ തവണയും വേറെ അമ്പലങ്ങളിലാണ് പോകുന്നത്. ഇവിടെ ഒരു തവണ വന്നിട്ടുള്ളൂ ബലിയിടാൻ. കാരണം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആഴമുള്ള ഭാഗം സൂക്ഷിക്കുകയെന്ന്. അപ്പോൾ എല്ലാവരും ഈ ബലിയിടുന്ന ദിവസം ഇവിടെ നിന്നിട്ടാണ് ഇങ്ങനെ ബലിയിടുന്നത്. ഞങ്ങളപ്പോൾ ഒരു കപ്പലിൻ്റെയൊക്കെ കഴിച്ച് ഇങ്ങനെ ആലുവ മണപ്പുറത്ത് ഇരിക്കുന്നതാണ്. ടക്കടു കപ്പലിൻ്റെ ഇഷ്ടപ്പെട്ടോ? ഇത് ആലുവ മണപ്പുറത്ത് നോക്കുമ്പോൾ കാണുന്ന പാലമാട്ടാ, കണ്ടോ? രേഷ്മ നമ്മൾ ഏത് വർഷം ഇവിടെ വന്നത്? 2019 18 19 ഇവിടെ വന്നത്. 2018 19 ഇവിടെ വന്നത് രേഷ്മയുടെ അച്ഛന് ബലിയിടാൻ വേണ്ടിയിട്ട്. ടക്കടു മീമി ഉണ്ടോ? ടക്കടു ഇവിടെ മീമിനെ ഒന്ന് മീമി ഉണ്ടോ ഇവിടെ? കണ്ടോ? മീമിയെ കാണുന്നില്ലല്ലോ. ഇട്ട് കൊടുത്താ നീ? ഇവിടെ നിന്നുള്ള ഈ പാലത്തിന്റെ വ്യൂ കണ്ടോ, എന്ത് ഭംഗിയല്ലേ കാണാൻ. ആ പാലത്തിന്റെ ലൈറ്റ് ആ വെള്ളത്തിൽ അടിച്ചേക്കുന്നതിന്റെ ആ ഭംഗിയുണ്ടാ. നമ്മൾ പണ്ട് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ഡയലോഗില്ലേ, ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും നീ കാണിച്ചില്ലല്ലോ എന്ന്. കുറെ സിനിമകൾ നമ്മൾ ആ ഡയലോഗ് കേട്ടിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആ മണപ്പുറത്താണ്, ആലുവ മണപ്പുറത്ത്. കണ്ടോ? ഇതാണ് ആലുവ മണപ്പുറം. ഇതാണ് ആലുവ മഹാദേവ ക്ഷേത്രം കേട്ടോ. ഇതാണ് കേട്ടോ ആലുവ ശിവക്ഷേത്രം. ശിവരാത്രിയുടെ പരിപാടികളൊക്കെ നടക്കുന്നത് അപ്പുറ സൈഡാട്ടാ. ശിവരാത്രിയുടെ കടകളും മറ്റു പരിപാടികളും കാര്യങ്ങളൊക്കെ അവിടെയാട്ടാ, ആ സൈഡിലാണ് കേട്ടോ. ഇത് ആലുവ ശിവക്ഷേത്രത്തിന്റെ സൈഡിൽ നിന്നുള്ള വ്യൂ ആട്ടാ. ആലുവ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള കടകളും കാര്യങ്ങളും ആട്ടെ. ഇത് നോക്കി, എന്ത് വിശാലമായ ഏരിയയിലെ കടകളൊക്കെ ഉള്ളത് നോക്കി. അങ്ങനെ ഞങ്ങൾ ചെറിയ പർച്ചേസൊക്കെ നടത്തി. ഏതെടുത്താലും 30 രൂപയുടെ കടയില്ലേ, അവിടെ കയറി കുറേ സാധനം മേടിച്ച്. കുറേ സാധനം എന്നല്ല, കുറച്ച് സാധനം. എന്നിട്ട് ഞങ്ങളിതാ നേരെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും നാളെയാണ് പരിപാടി തുടങ്ങുന്നത്. നാളെ തൊട്ട് അന്യ തിരക്കായിരിക്കും, ഒരു രക്ഷ ഉണ്ടാവില്ല. കണ്ടോ? നല്ല വിശാലമായ കടകൾ അതൊക്കെ. അപ്പൊ ഞങ്ങൾ പോകുന്നു. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ ടാറ്റാ. ടാറ്റ പറ. ടാറ്റാ.